ഗൈസ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണ്. ഇന്ന് എൻ്റെ റൂമിലെ റൂംമേറ്റായ അലിബായ് കോഴിക്കോടൻ ബീഫാണ്. ഞാൻ ഇങ്ങനെ തന്നെ അത് ചൂടാക്കാൻ പോവുകയാണ് കുക്കറിൽ വെച്ചിട്ട്. ഈ വാഴയില ഒന്നും കളയാണ്ട് പേപ്പർ കളഞ്ഞ് വാഴയിലോട് കൂടി അങ്ങനെ കുക്കറിലിട്ട് ചൂടാക്കി നോക്കാം എന്ത് സംഭവിക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുക്കറിൽ അങ്ങനെ തന്നെ ഇട്ട് ചൂടാക്കി നോക്കാം, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചൂടാക്കാൻ വെക്കുന്നതിന് മുമ്പ് അല്പം കുക്കറിൽ വെള്ളം ഒഴിക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പിടാം അടിയിൽ പിടിക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. പിന്നെ നാട്ടിൽ നിന്ന് നല്ല ചക്ക കൊണ്ടുവന്നു. ഭയങ്കര മധുരം. ചക്ക എല്ലാവരും കഴിച്ച് തീർന്നു. ലാസ്റ്റ് ചക്ക പിന്നെ മാങ്ങ, നല്ല പഴുത്ത മാങ്ങ, ഭയങ്കര ടേസ്റ്റ് മാങ്ങ. ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളി. നാട്ടിലിപ്പോൾ മാങ്ങൻ്റെ കാലാണെന്നറിയില്ല. നല്ല മാങ്ങ, ചക്ക, ചാമ്പങ്ങ ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് ഇപ്രാവശ്യം. കായ്സ് 1-2 വിസിലിന് ശേഷം ഞാനത് എടുത്ത് ഫ്രൈ പാനിലേക്ക് മാറ്റി. നല്ല മണം. 1-2 വിസിൽ ആവി മണം സൂപ്പറായി, നല്ല ടേസ്റ്റ്. ഞാൻ 1-2 പീസ് കഴിച്ചതിൻ്റെ അടിപൊളി ടേസ്റ്റ്, അടിപൊളി. വിചാരിച്ചതിനേക്കാളും ഗംഭീരായിരിക്കും. അതാണ് ലൈക്ക് ചെയ്തിട്ടുണ്ടോ? അതാണ് ഇതിലേക്ക് കഴിക്കാൻ പത്തിരി കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പൊറോട്ടയ്ക്ക് ഓർഡർ ആക്കിയിട്ടുണ്ട് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന്. ഇപ്പോൾ വരും. എന്നിട്ട് ഇത് കൂട്ടി ഒന്ന് അടിക്കാനുണ്ട്. വല്ലാത്തൊരു ടേസ്റ്റാണ്. ഈ വാഴയില മണവും എല്ലാം കൂടി നല്ലൊരു മണം, അടിപൊളി, നല്ലൊരു വെറൈറ്റി മണം. ഞാൻ അവരിങ്ങോട്ട് വരുമ്പോഴല്ലേ അവർക്ക് തോന്നുന്നുണ്ടായി ഇവിടെ നിൽക്കണമെന്നാണ് വരാത്തത്. Goodbye. Thank you.